ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനും ചൂണ്ടി ഭാരത് മാതാ കോളേജിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന 5 സെന്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. കാണുന്ന പോലെ നല്ലൊരു മനോഹരമായ ഒരു എലിവേഷൻ നമുക്ക് കാണാം. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന റോഡ് ഫ്രണ്ടിലായി കാണാം. ചുറ്റുമതിലെല്ലാം കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ഈ ഒരു ഭാഗത്തുകൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു കോർണറിലായാണ് കിണർ വെള്ളം വരുന്നത്. കൂടാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പും പുറകുവശത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് കിണറിൻ്റെ ഭാഗം. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഈ വീടിൻ്റെ അടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടെക്സ്ചർ വർക്കുകളും സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ നിർമ്മാണം. ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ്. ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് ഹാള് തന്നെ ഇവിടെ ലഭ്യമാണ്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഹാളിലായി അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ആ ഒരു TV യൂണിറ്റിൻ്റെ നിർമ്മാണം. ഇവിടെ നിന്നും ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ ലഭ്യമാവുക. നല്ലൊരു പാർട്ടീഷൻ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഏതൊരു വീടിൻ്റെയും ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു സ്ഥലമാണ് ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. ഈ വീടിനും നല്ല വിശാലത അവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ആ ഒരു കോർണറിലായി വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു സ്റ്റഡി യൂണിറ്റും നമുക്ക് കാണാം. നല്ല മനോഹരമായ ഒരു വാഷ് കൗണ്ടർ ടേബിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടർ ഏരിയയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരാം. കിച്ചൺ വരുന്നത് നേരെ കാണുന്ന ഈ ഒരു കോർണറിലായാണ് കിച്ചണിൻ്റെ ഭാഗം വരുന്നത്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചണിൽ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് അത് വരുന്നത്. വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ്. അതും കോൺക്രീറ്റ് റൂഫ് വരുന്ന രീതിയിൽ തന്നെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന ഏരിയയാണ്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 10 വർഷം വാറണ്ടിയോടുകൂടി വരുന്ന സാനിറ്ററി ഫിറ്റിംഗ്സാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരിക. ഏകദേശം 125ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ്.
ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂം ഈ ഒരു ബെഡ്റൂമിന് ലഭ്യമാണ്. ഇവിടെയാണ് ബാത്റൂം വരിക. വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. അത് ഏകദേശം 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. അതിനു മുന്നേ വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ രാജഗിരി ഹോസ്പിറ്റലിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 55 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.